നമസ്കാരം മക്കളെ. അപ്പോൾ നീറ്റ് പരീക്ഷ നമുക്കരികിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നീറ്റ് എക്സാമിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. മക്കളെ, ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 3 ക്വസ്റ്റ്യൻ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവറാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവറായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. മക്കളെ, ഈ ചാപ്റ്റർ ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു 3 to 4 പാർട്സ് ആയിട്ടാണ്. അതിനകത്തിൽ പാർട്ട് 1 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ, പാർട്ട് 1-ൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടത്, ബേസിക് ഫോർമുലകളുമായിട്ട് ബന്ധപ്പെട്ടത്, അതുകൂടാതെ തന്നെ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും പാർട്ട് 1-ൽ ചെയ്യുന്നത്. പാർട്ട് 2-ലും പാർട്ട് 3-ലും ഒക്കെ ആയിട്ട് നമ്മൾ പാർട്ട് 2-ൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ, സിമട്രി, മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. പാർട്ട് 3-ൽ കിർച്ചോഫ്സ് ലോയും കോമ്പിനേഷൻ ഓഫ് സെല്ലും ഗ്രൂപ്പിംഗ് ഓഫ് സെല്ലും ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1-ൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നീറ്റ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒക്കെ ആയിരിക്കും പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മക്കളെ, കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ആണ്, നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ഇലക്ട്രിസിറ്റി വിച്ച് മീൻസ് സംതിങ് റിലേറ്റഡ് ടു ചാർജ്. അപ്പോൾ ചാർജിൻ്റെ ഫ്ലോ ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ വളരെ ബേസിക്കിൽ നിന്നൊന്നും തുടങ്ങുന്നില്ല. നമുക്ക് നേരെ ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് കിടക്കാം. മക്കളെ, നിങ്ങൾ ആദ്യമേ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ് കറണ്ട് എന്നാണ്, ഇലക്ട്രിക് കറണ്ട് എന്താണെന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ എ ഫോർമുല I is equal to dq/dt, where q is the charge. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ ക്യൂവിനെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പ്രകാരം നമുക്ക് NE എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ d/dt ഓഫ് NE എന്നീ ഫോർമുലയെ നമുക്ക് എഴുതാം. മക്കളെ, കറണ്ടിൻ്റെ മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് I is equal to AVDEN ആണ്. ഇവിടെ VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. VD എന്ന് പറയുന്നത് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ കറണ്ടിന് I is equal to dq/dt ഒരു ഫോർമുല, I is equal to d/dt ഓഫ് NE മറ്റൊരു ഫോർമുല, I is equal to AVDEN. I is equal to അവൻ എന്ന് ഓർത്തിരിക്കാം. ഞാനെന്ന് പറഞ്ഞാൽ അവനാണ്. I is equal to അവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫോർമുലയെ ഓർത്തിരിക്കാം. മക്കളെ, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കറണ്ടിൻ്റെ മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് കറണ്ടും കറണ്ട് ഡെൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കറണ്ട് ഡെൻസിറ്റി J. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ടിനെ നമുക്കൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. I is equal to വെക്ടർ J ഡോട്ട് വെക്ടർ A, where A is the area vector and J is the current density vector. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് J എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? അത് I/A. ഈ A താഴെ കൊണ്ടുവരാമല്ലോ. ഈ A താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ I/A is equal to VDEN എന്ന് എഴുതാം. മക്കളെ, ഇവിടെ I/A എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം J ആണ്. സോ J is equal to VDEN. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുലകൾ ഏതൊക്കെയാണ്? I is equal to dq/dt, I is equal to d/dt of NE, I is equal to AVDEN, J is equal to VDEN. ഇവിടെ VD എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി is given by the formula EE/τ/m. ഡ്രിഫ്റ്റ് വെലോസിറ്റി is equal to EE/τ/m. ഇ/τ/m. മക്കളെ, അവിടെ തന്നെ മറ്റൊരു ക്വാണ്ടിറ്റി ഉണ്ട്, മൊബിലിറ്റി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡെവലപ്ഡ് വെൻ എ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്തെന്ന് പറയുന്നത് മൊബിലിറ്റി എന്ന് പറയുന്നത്. മൊബിലിറ്റി ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് VD/E. മക്കളെ, ഏതാണ്ട് ഈ ഫോർമുലയിലേക്ക് നിങ്ങൾ നോക്കാമെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ VD/E എന്ന് കിട്ടും. ആൻഡ് വി ആർ ലെഫ്റ്റ് വിത്ത് E/τ/m. സോ മൊബിലിറ്റിക്ക് 2 ഫോർമുല, VD/E അല്ലെങ്കിൽ E/τ/m. അവിടെ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്, ഓക്കെ, അല്ലെങ്കിൽ മാസ് ഓഫ് ദി ചാർജ് ആണ്, മാസ് ഓഫ് ഇലക്ട്രോൺ. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ബേസിക്, തുടക്കത്തിലെ ബേസിക് ഫോർമുലകൾ എന്ന് പറയുന്നത്. നേരിട്ട് ഈ ഫോർമുലകൾ പരീക്ഷയ്ക്ക് ചോദിച്ച വർഷങ്ങളുണ്ട്. 2021-ൽ ഡയറക്റ്റ് മെട്രിക്സ് മാച്ച് ടൈപ്പ് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ഈ ഫോർമുലകളായിരുന്നു ചോദിച്ചത്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിയതിന് ശേഷം അവിടേക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് വരാം. നിങ്ങളിവിടെ നിങ്ങൾ നോക്കാമെങ്കിൽ കാണാം,
ഒരു കോളം 1 തന്നിട്ടുണ്ട്, ഒരു കോളം 2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ്, ഒരു മെട്രിക്സ് മാച്ച് ടൈപ്പ് പ്രോബ്ലംസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. മക്കളെ, നമ്മൾ ഇത്രയും ബേസിക് ഫോർമുലകൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓംസ് ലോ. നമ്മൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കുകയാണ്. സ്റ്റേറ്റുകാർ 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കാര്യമാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ, അല്ലേ? അല്ലെങ്കിൽ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതും V = IR എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും. അതുകൂടാതെ ഇവിടെ മറ്റ് 2 ഫോമുകൾ കൂടിയുണ്ട്. അതാണ് ഏതൊക്കെ? J = സിഗ്മ E. J = സിഗ്മ E എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ എന്ന്, അല്ലെങ്കിൽ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് വിളിക്കും. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. സിഗ്മ എന്ന് പറയുന്നത് ആരാണ്? കണ്ടക്ടിവിറ്റിയാണ്. ഈ സിഗ്മയെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 1/σ ആകും. സിഗ്മ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് 1/σ ആകും. 1/σ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റെസിസ്റ്റിവിറ്റിയാണ്. 1/σ ആരാണ്? റെസിസ്റ്റിവിറ്റി. അങ്ങനെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? E = ρJ എന്നെഴുതാം. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പച്ചവെള്ളം കൂട്ട് ഓർമ്മയിരിക്കേണ്ട കാര്യങ്ങളാണ്. V = IR ഉം J = സിഗ്മ E അല്ലെങ്കിൽ E = ρJ എന്നൊക്കെ പറയുന്ന ഫോർമുലകൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫോർമുലകളാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മടങ്ങി വരാം. കോളം 1 തന്നിരിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി, റെസിസ്റ്റിവിറ്റി, റിലാക്സേഷൻ പീരീഡ്, കറണ്ട് ഡെൻസിറ്റി. ഇവിടെ റിലാക്സേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഈ ടോയാണ് റിലാക്സേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഞാൻ പറഞ്ഞില്ലേ നേരിട്ട് ഫോർമുലയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ആരാണ്? E/τ/m ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ആരാണ്? E/τ/m. അപ്പോൾ A 3 ആണ്. നമ്മൾ അങ്ങനെ ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കാമെങ്കിൽ എല്ലാ ഓപ്ഷനിലും എയ്ക്ക് നേരെ 3 ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണ്. മക്കളെ ഇവിടെ നോക്കാമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു എന്താണ്? E = ρJ ആണ്. അങ്ങനെയാണെങ്കിൽ റോ എന്ന് പറഞ്ഞാൽ ആരാണ്? E/J ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നേരെ നമ്മൾ 4ലേക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ B4. മക്കളെ B4 വരുമ്പോൾ തന്നെ നമുക്ക് സിയും ഡിയും ഓപ്ഷൻ വെട്ടിക്കളയാം. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് മാച്ച് ടൈപ്പ് പ്രോബ്ലം കറക്റ്റ് ആക്കാം, അല്ലേ? അതിന് നമുക്ക് കറണ്ട് ഡെൻസിറ്റിയെ കുറിച്ച് അറിയാം, അല്ലേ? കറണ്ട് ഡെൻസിറ്റി J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നു VDEN ആണ്. J = VDEN ആണ്. നോക്കിയേ, J = VDEN, അതായത് D2 വരണം. A 3 വരണം, B 4 വരണം, D 2 വരണം. അങ്ങനെയാണ് റിലാക്സേഷൻ പീരീഡ് ഓട്ടോമാറ്റിക്കലി ആരായിരിക്കും? M/NE² റോ എന്ന് പറയുന്നതായിരിക്കും റിലാക്സേഷൻ പീരീഡ്. സോ ഓപ്ഷൻ A ഇസ് ദി കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞില്ലേ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് 2021 വന്ന ചോദ്യമാണ്. അതേ കൂട്ട് തന്നെയാണ് 2020 വന്നൊരു ചോദ്യം. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് 7.5 × 10⁻⁻⁴ m/s. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇലക്ട്രിക് ഫീൽഡും തന്നിട്ടുണ്ട്. മൊബിലിറ്റിയാണ് ചോദ്യം. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് 7.5 × 10⁻⁻⁴ m/s ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 3 × 10⁻⁻8 volt/meter ഹാസ് എ മൊബിലിറ്റി. എന്താണ്? സിമ്പിൾ അല്ലേ? എന്താണ് ആ മക്കളെ മൊബിലിറ്റിക്കുള്ള ഫോർമുല? മൊബിലിറ്റി = ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. നോക്കുമ്പോൾ തന്നെ ഉത്തരം പറയാം. 7.5 × 10⁻⁻⁴ ഡിവൈഡഡ് ബൈ 3 × 10⁻⁻10. 7.5 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 2.5 കിട്ടും. 10⁻⁻10 മുകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ 10⁻⁻4 ക്യാൻസൽ ചെയ്ത് 10⁻6 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് വളരെ വേഗം തന്നെ ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്നും അധികം ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ കയ്യിൽ നമുക്ക് ഫിസിക്സിന് ഏകദേശം 45 ക്വസ്റ്റ്യൻ എഴുതണം. 45 മിനിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഫിസിക്സിനായിട്ട് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 45 ക്വസ്റ്റ്യൻ എഴുതാൻ 45 മിനിറ്റാണ്. 1 hour എന്നൊക്കെ പറയാം. 1 hour ഒന്നും എടുക്കരുത് കേട്ടോ മക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ആ ഫോർമുലകളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം വരുന്നതാണ് ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന്. മക്കളെ നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് R = ρL/A ആണ്. R = ρL/A. ഇവിടെ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്. റോ എന്ന് പറഞ്ഞാൽ ആരാണ്? റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. മക്കളെ ഇത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതാകെ ഒറ്റ കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. 2 കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യും. മെയിനായിട്ട് മെറ്റീരിയലിനെ മാത്രമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ്.
ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റിവിറ്റി മാറും. മെറ്റീരിയൽ മാറിയാൽ കോപ്പറിന് പകരം അയൺ എടുത്താൽ റെസിസ്റ്റിവിറ്റി മാറാം, അയണിന് പകരം അലൂമിനിയം എടുത്താൽ റെസിസ്റ്റിവിറ്റി മാറാം. എന്നാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ 6 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസിനെയാണ്. നമ്മളെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, എടുക്കുന്ന വയറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്തും റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എയുമാണ്. ഇത് പഠിച്ചു വെച്ചാൽ നമ്മൾ ചില ക്വസ്റ്റ്യനുകൾ കൊണ്ടിട്ട് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻ വരും, എ വയർ ഈസ് ഡ്രോൺ ടു ട്വൈസ് ഇറ്റ്സ് ലെങ്ത്ത്. ഒരു വയറിനെ വലിച്ച് 2 ആക്കി. മക്കളെ ഇതാണ് ഒരു വയറെങ്കിൽ ഈ വയറിനെ വലിച്ച് 2 ആക്കി എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ മക്കളെ എപ്പോഴും ഓർക്കുക, വയർ ഈസ് ഡ്രോൺ എന്ന് പറഞ്ഞ് പ്രോബ്ലം വരികയാണെങ്കിൽ വയർ ഈസ് ഡ്രോൺ. മക്കളെ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനെ വയറിനെ വലിച്ച് 2 ആക്കുന്ന അവസരത്തിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റേഡിയസും കുറയുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാ? വോളിയം മാത്രമാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. മക്കളെ ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ അല്ലെങ്കിൽ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഈ വലിച്ചു നീട്ടുന്ന കേസിൽ നമുക്ക് ആ പ്രപ്പോർഷണാലിറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വയറിനെ വലിക്കുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/a സ്ക്വയർ. എ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്, അങ്ങനെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇനി ചില സമയത്ത് സർക്കുലാർ ക്രോസ് സെക്ഷനിലുള്ള വയറുകൾ തരാം. പ്രോബ്ലത്തിൽ നമ്മൾ പ്രോബ്ലം കണ്ടിട്ടുണ്ട്, സർക്കുലാർ ക്രോസ് സെക്ഷനുള്ള വയർ. അങ്ങനെയാണെങ്കിൽ സർക്കുലാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. പൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/r സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r സ്ക്വയർ എന്ന് പറഞ്ഞാലും മതി. മക്കളെ അതും ഇവിടെ വരുമ്പോൾ ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/r⁴ എന്ന് വരും. ഓർത്തിരിക്കാനുള്ള മാർഗം, വയർ ഡ്രോൺ വരുമ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റിയുടെ സ്ക്വയർ വേണം ഇവിടെ എടുക്കാൻ. ഇവിടെ ഏത് പ്രപ്പോർഷണാലിറ്റി ആണോ തന്നേക്കുന്നത് അതിൻ്റെ സ്ക്വയർ വേണം ഇവിടെ എടുക്കാനായിട്ട്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പും മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പുമാണ്. വയർ ഡ്രോണും മറ്റേത് നേരിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. അതുകൂടാതെ ഇവിടെ നിന്ന് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില സമയത്ത് ഇങ്ങനെ വരാം, മാസ് തരാം, വയറിൻ്റെ മാസ് തന്നിട്ട് വയറിൻ്റെ മാസ് ഇന്ന റേഷ്യോയിലാണ്, ലെങ്ത് ഇന്ന റേഷ്യോയിലാണ്, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇന്ന റേഷ്യോയിലാണ്, അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരാം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. അവിടെ ഓർക്കേണ്ടത് ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L²/m. മാസ് തരികയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട പ്രപ്പോർഷണാലിറ്റിയാണ് ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L²/m അല്ലെങ്കിൽ ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു m/a². ഇതെങ്ങനെയാണ് വന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനത് എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വന്നത് എന്നൊന്ന് കാണിച്ചു തരാം. നമ്മളെ നിങ്ങൾക്കറിയാം ആർ ഈസ് ഈക്വൽ ടു ρl/a അല്ലേ. ഞാൻ പറഞ്ഞു വയർ വലിക്കുന്ന കേസിൽ എന്താ പ്രത്യേകത? വോളിയം കോൺസ്റ്റൻ്റാണ്. വയർ വലിക്കുന്ന കേസിൽ എന്താണ് പ്രത്യേകത? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. മക്കളെ വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഞാൻ മുകളിലും താഴെ ഒരു എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു ρl². താഴെ നിങ്ങൾക്ക് കാണാം a×l എന്ന് പറയുന്നത് വോളിയമാണ്. റോയും വിയും കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L² എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതേ കൂട്ട് തന്നെ ആർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ρl/a ആണ്. ഞാൻ മുകളിലും താഴെയും ഒരു a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ a² ആകും, മുകളിൽ l×a എന്ന് വന്നു. മകളെ l×a എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു a² എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. ഏത്? വയർ ഡ്രോൺ ചെയ്യുന്ന കേസ്. വയർ ഡ്രോൺ ചെയ്യുന്ന കേസിൽ ഇത്തരത്തിലാണ്. ഇനി ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് മാസ് തരും. മാസ് തരുന്ന കേസിലും ഇതേ കൂട്ട് തന്നെയാണ്. നമുക്കറിയാം ρl/a അല്ലേ. മക്കളെ ഞാൻ ഒരു എല്ല് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കിട്ടിയത് കൂട്ട് നമുക്ക് എങ്ങനെ കിട്ടും? ഞാൻ എല്ല് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു ρl²/v എന്ന് കിട്ടും. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയമാണ്. വി എന്ന് പറഞ്ഞാൽ ആരാണ്? വോളിയമാണ്. സോ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി ആണ്. സോ വീണ്ടും നമുക്കത് അവിടെ എന്ത് കിട്ടുന്നു? ആർ ഈസ് ഈക്വൽ ടു L²/m. സോറി, ആർ ഈസ് ഈക്വൽ ടു അല്ല, ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L²/m എന്ന് പറയുന്ന ഒരു റിലേഷൻ കിട്ടുന്നു. സിമിലർലി ഒരു എ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും വോളിയം മുകളിൽ വരുന്നു. നമുക്ക് ഏത് റിലേഷൻ കിട്ടും? ആർ ഈസ് ഈക്വൽ ടു m/a². സോറി, ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു m/a² എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ ഓർത്തിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. വയർ നേരിട്ട് തരികയാണെങ്കിൽ ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L, ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/a, ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/r². വയർ വലിക്കുന്ന കേസാണ് തരുന്നതെങ്കിൽ വയർ ഈസ് ഡ്രോൺ, അല്ലെങ്കിൽ ചില സമയത്ത് പറയും ഒരു വയർ തന്ന് അതിനെ ഉരുക്കി ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് മേഡ് എ ന്യൂ വയർ 10 times its ലെങ്ത്.
ഒരു വയറിനെ ഉരുക്കി ആ വയറിനെ അതിനേക്കാൾ 10 ഇരട്ടിയുള്ള ഒരു വയറാക്കി വലിച്ചെടുത്തു. ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്ട് ഈ ഫോർമുലയാണ്. ഇനി മാസ് തരുമ്പോൾ ഓർത്തിരിക്കേണ്ടതോ ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എമ്മും ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ബൈ എ സ്ക്വയറും. ഈ 3 സെറ്റ് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അത് എവിടൊക്കെയാണ് ഉപയോഗിക്കേണ്ടതും എന്ന് നമ്മുടെ മനസ്സിൽ വേണം. ഈ 3 സെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് തന്നെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ബേസിക്കിൽ നിന്നൊരു പ്രോബ്ലം നോക്കാം. 2 സോളിഡ് കണ്ടക്ടേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെയിം മെറ്റീരിയൽ ഹാവ് സെയിം ലെങ്ത് ആൻഡ് സെയിം റെസിസ്റ്റൻസ്. അപ്പോൾ 2 കണ്ടക്ടേഴ്സ് അവർ സെയിം മെറ്റീരിയലാണ്, അവരുടെ ലെങ്ത് സെയിം ആണ്, അവർക്ക് സെയിം റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. പക്ഷേ വൺ ഓഫ് ദം ഹാസ് എ സർക്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ A1 ആൻഡ് ദി അതർ വൺ ഹാസ് എ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ A2. പറഞ്ഞിരിക്കുന്ന കാര്യം സിമ്പിളാണ്. 2 മെറ്റീരിയൽസ് ഉണ്ട്. ഒന്നിന് സർക്കുലർ ക്രോസ് സെക്ഷനും മറ്റൊന്നിന് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുമാണുള്ളത്. അത്തരത്തിലെ 2 മെറ്റീരിയൽസ് ആണ്. ഇവരുടെ ലെങ്ത് സെയിം ആണ്, കാര്യങ്ങളെല്ലാം സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്. പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇതിൻ്റെ A1ഉം ഇതിൻ്റെ A2ഉമാണ്. മക്കളെ 2 പേരുടെയും റെസിസ്റ്റൻസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് R1 ഈസ് ഈക്വൽ ടു R2 എന്നെഴുതാം. മക്കളെ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ ലെങ്ത് സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെങ്ത്തിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. R1 ഈസ് ഈക്വൽ ടു റോ എൽ ബൈ A1 എന്നെഴുതാം. R2 ഈസ് ഈക്വൽ ടു റോ എൽ ബൈ A2 എന്ന് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാണ് റോ എൽ എന്ന് എഴുതാൻ സാധിച്ചത്? 2 പേരുടെയും മെറ്റീരിയൽ സെയിം ആണെന്ന് പറഞ്ഞു. മെറ്റീരിയൽ സെയിം ആണെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല. മെറ്റീരിയൽ സെയിം ആണെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല. കാരണം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് ടെമ്പറേച്ചർ മാറിയാൽ മാത്രമേ മാറുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് A1/A2. കണ്ണും പൂട്ടി പറ, A1/A2 എന്ത് കിട്ടും? A1 അപ്പുറത്തോട്ട് പോകുന്നു, A1/A2 റോയിലും വെട്ടിപ്പോകുന്നു. A1/A2 എന്ത് കിട്ടുന്നു? 1 എന്ന ആൻസർ കിട്ടുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടാണ് 2 മിനിറ്റ് എടുത്ത്. കാണുന്ന ഒരു കുട്ടിക്ക് 30 സെക്കൻഡ് താഴെ സമയം മതി ഇത് ആൻസർ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. The length of a given cylindrical wire is increased by 100%. The length of a given cylindrical wire is increased by 100%. നമ്മൾ ഈ പെർസെൻറ്റേജ് തരുന്ന ക്വസ്റ്റ്യനുകളിൽ പലരും തെറ്റിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫോർമുല പറഞ്ഞു കൊടുക്കും. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡെൽറ്റ ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് ഇവിടെ അപ്ലൈ ചെയ്യും, തെറ്റിച്ച് വെക്കും. മക്കളെ ഇത് ഉപയോഗിക്കേണ്ടത് എപ്പോഴാടാ? നിങ്ങൾക്ക് തരുന്ന ഈ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലെസ് ദാൻ 5%. ഇത് എററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത കേസിൽ നിങ്ങൾ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ വേണം ചെയ്യാൻ. ഒരു എറർ തരികയാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഇതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലാത്ത കേസുകളിൽ നിങ്ങൾ നേരെ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദ ലെങ്ത് ഓഫ് എ ഗിവൺ സിലിണ്ടറിക്കൽ വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%. അതായത് ഒരു വയർ ഉണ്ടായിരുന്ന അതിൻ്റെ നീളം 1 മീറ്റർ ആയിരുന്നെങ്കിൽ അതിനെ 100% കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആക്കി. അത്രേ ഉള്ളൂ കാര്യം. 100% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഡ്യൂ ടു ദ കോൺസിക്വന്റ് ഡിക്രീസ് ഇൻ ഡയമീറ്റർ ദ ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ വിൽ ബി. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വയറിനെ ഡ്രോൺ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? ഡയമീറ്റർ കുറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട റിലേഷൻ ഏതാ? ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് എഴുതാം R1/R2 ഈസ് ഈക്വൽ ടു L1/L2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ R1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L1 സ്ക്വയർ, R2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ R1/R2 ഈസ് ഈക്വൽ ടു L1 സ്ക്വയർ ബൈ L2 സ്ക്വയർ എന്ന് എഴുതാം. നിങ്ങളെ ഒറിജിനൽ ലെങ്ത്തിനെ ഞാൻ R1/R2 ഈസ് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത്തിനെ L എന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെങ്ത്ത് 100% ഇൻക്രീസ് ആയി. അതായത് ഒറിജിനൽ L ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ആയത്? 12 ആയി. അതിൻ്റെ സ്ക്വയർ എല്ലും പോയി. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. സോ R1/R2 ഈസ് ഈക്വൽ ടു 1/4. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ R2 ഈസ് ഈക്വൽ ടു 4 ടൈംസ് R1. റെസിസ്റ്റൻസ് 4 ഇരട്ടിയായി കൂടി. റെസിസ്റ്റൻസ് 4 ഇരട്ടിയായി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ റെസിസ്റ്റൻസിനെക്കാളും 4 ഇരട്ടിയായി, 300% കൂടി അല്ലേ? ഒറിജിനൽ റെസിസ്റ്റൻസിനെക്കാളും 4 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 300% കൂടി. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അധികം പറഞ്ഞ സമയം കളയുന്നില്ല, നിങ്ങളുടെ ടൈമും വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആവശ്യത്തിന് മോട്ടിവേഷനൊക്കെ വേറെ സ്ഥലത്തുണ്ടല്ലോ. നമുക്ക് മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ നേരിട്ട് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ സർട്ടൺ വയർ ഓഫ് അയൺ ഈസ് R. ഇഫ് ദ ലെങ്ത് ആൻഡ് റേഡിയസ് ആർ ബോത്ത് ഡബിൾഡ് ദെൻ ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് സർട്ടൺ വയർ ഓഫ് അയൺ ഈസ് R. അപ്പോൾ ഒരു വയർ ഉണ്ടായിരുന്നു. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 6 ആയിരുന്നു. ഇനി എന്താ ചെയ്തത്? ഇഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് റേഡിയസ് ആർ ബോത്ത് ഡബിൾഡ്, അതിൻ്റെ ലെങ്ത്തും ഡബിൾ ചെയ്തു,
റേഡിയസും ഡബിൾ ചെയ്തു. മക്കളെ നമുക്കറിയാം ഫോർമുല എന്ന് പറയുന്ന R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ് അല്ലേ. ഞാൻ പറഞ്ഞു തന്നു R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. ഇനി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ലെങ്ത് ഡബിൾ ചെയ്തു. ലെങ്ത് എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 2L എന്ന് വരും. ലെങ്ത് ഡബിൾ ചെയ്തു, റേഡിയസും ഡബിൾ ചെയ്തു. മക്കളെ റേഡിയസ് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏരിയ എന്ന് പറയുന്നതിന് ഇവിടെ നമുക്ക് റോ എൽ ബൈ പൈ ആർ സ്ക്വയർ എന്നായിരുന്നു എഴുതിയെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് പൈ ഇൻറ്റു 2R ദ ഹോൾ സ്ക്വയർ എന്നാകും. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? R ഈസ് ഈക്വൽ ടു 2 റോ എൽ ഡിവൈഡഡ് ബൈ 4 പൈ ആർ സ്ക്വയർ എന്ന് വരും. 2ഉം 4ഉം കൂടെ പോയി കഴിഞ്ഞാൽ 2 കിട്ടും. R2 ഞാൻ 2 എന്ന് എഴുതാം, R2 എന്ന് എഴുതാം, പുതിയ റെസിസ്റ്റൻസ് അല്ലേ. സോ R2 നമുക്ക് എന്തോ കിട്ടി? R2 ഈസ് ഈക്വൽ ടു റോ എൽ ബൈ 2 പൈ ആർ സ്ക്വയർ. റോ എൽ ബൈ 2 പൈ ആർ സ്ക്വയർ. ഇനിഷ്യൽ റെസിസ്റ്റൻസ് റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ആയിരുന്നു. സോ റോ എൽ ബൈ പൈ ആർ സ്ക്വയറിന് പകരം നമ്മൾ R1 കൊടുത്തു കഴിഞ്ഞാൽ R2 ഈസ് ഈക്വൽ ടു R1 ബൈ 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ R1 ഈസ് ഈക്വൽ ടു 2 ടൈംസ് R2. അതായത് ഇനിഷ്യൽ റെസിസ്റ്റൻസിൻ്റെ പകുതിയായി. പുതിയ റെസിസ്റ്റൻസ് എത്രയായി? ഇനിഷ്യൽ റെസിസ്റ്റൻസിൻ്റെ പകുതിയായി. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ സർട്ടൺ വയർ ഓഫ് അയൺ ഈസ് R ഇഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് റേഡിയസ് ആർ ബോത്ത് ഡബിൾഡ്. ദെൻ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ സ്പെസിഫിക് റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റിവിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ദ റെസിസ്റ്റൻസ് ആൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ ബോത്ത് റിമെയിൻ അൺചേഞ്ച്ഡ്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഓപ്ഷനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്തൊരു കാര്യം, ദ റെസിസ്റ്റൻസ് വിൽ ബി ഡബിൾഡ് ആൻഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ ബി ഹാഫ്ഡ്. കണ്ണും പൂട്ടി ഉത്തരം ചെയ്യുന്നതിന് മുമ്പേ പറയാം അതായിരിക്കത്തില്ല. കാരണം എന്താ? മെറ്റീരിയൽ മാറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി ചേഞ്ച് ആകുന്നത്? സോ അതല്ലെന്ന് നമുക്ക് ഉത്തരം ചെയ്യുന്നതിന് മുമ്പേ പറയാൻ പറ്റും. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, ദ റെസിസ്റ്റൻസ് വിൽ ബി ഹാഫ്ഡ് ആൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ ബി ഡബിൾഡ്. ഞാൻ പിന്നെയും പറഞ്ഞു റെസിസ്റ്റിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതും നമുക്ക് വെട്ടിക്കളയാം. ടെമ്പറേച്ചർ മാറ്റാതെ റെസിസ്റ്റിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കേസ് NCERT നിങ്ങൾക്കായിട്ട് പറയുന്നതുമില്ല, റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുള്ള കേസ്. പിന്നെ നമ്മുടെ മുന്നിലുള്ള 2 ഓപ്ഷനുകളാണുള്ളത്. ദ റെസിസ്റ്റൻസ് ആൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ ബോത്ത് റിമെയിൻ അൺചേഞ്ച്ഡ്. അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം. പുതിയ റെസിസ്റ്റൻസ് എന്തായി? ഹാഫായി. ദ റെസിസ്റ്റൻസ് വിൽ ബി ഹാഫ്ഡ് ആൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതിനെ എളുപ്പം ചെയ്യാം, ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ചെയ്യാം? നേരിട്ട് ചെയ്യാം. എങ്ങനെയാണ് നേരിട്ട് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി എടുത്താൽ മതി. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ബൈ ആർ സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ R1 ബൈ R2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? L ബൈ 2L. ലെങ്ത് ഡബിൾ ചെയ്തു, റേഡിയസും ഡബിൾ ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ എങ്ങനെ എഴുതാം? 2R ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നെഴുതാം. ആർ സ്ക്വയറും വെട്ടിപ്പോകും. 2 സ്ക്വയർ 4 ആകും. എല്ലും വെട്ടിപ്പോകും. സോ 4 ബൈ 2 2 എന്ന് കിട്ടും. 4 ബൈ 2 നമുക്ക് അവിടെ നിന്ന് 2 എന്ന് കിട്ടും. സോ R1 ബൈ R2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് അവിടെ നിന്ന്? 2. സോ R1 ഇസ് ഈക്വൽ ടു 2 ടൈംസ് R2 അല്ലെങ്കിൽ R2 ഇസ് ഈക്വൽ ടു R1 ബൈ 2 എന്ന് കിട്ടും. ഇനിഷ്യൽ റെസിസ്റ്റൻസിൻ്റെ പകുതിയായി, റെസിസ്റ്റൻസ് ഹാഫായി. സോ നേരിട്ട് ചെയ്യാം. ഞാൻ മറ്റേ രീതി ഒന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ? ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ ഒരു എററിൻ്റെ കാര്യം സൂചിപ്പിച്ചില്ലേ? ഞാൻ ആ എററിൻ്റെ കാര്യം പറയാനായിട്ടാണ് ഞാൻ 2 ക്വസ്റ്റ്യനുകൾ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അത് 0.1% ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇഫ് എ കോപ്പർ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു മേക്ക് ഇറ്റ് 0.1% ലോങ്ങർ. 0.1% ലോങ്ങർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് അതിനെ എററായിട്ട് പരിഗണിക്കാം. നേരിട്ട് ആൻസർ എഴുതാം. എങ്ങനെയാണ്? ഡെൽറ്റ R ബൈ R ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡെൽറ്റ L ബൈ L. ഈ ഫോർമുല നേരിട്ടും കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ R ബൈ R, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അപ്പോൺ ഒറിജിനൽ റെസിസ്റ്റൻസ്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് എ കോപ്പർ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു മേക്ക് ഇറ്റ് 0.1% ലോങ്ങർ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ്. നേരിട്ട് പറയാം എത്ര പെർസെൻറ്റേജ് ചേഞ്ച്? 2 ഇൻറ്റു 0.1 എന്നങ്ങ് എഴുതിയാൽ മതി. ഡെൽറ്റ L ബൈ Lനെ പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 0.1 എന്നങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് കിട്ടും. എത്ര ഇൻക്രീസ് ആയത്? 2 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ 0.2% ഇൻക്രീസ് ചെയ്തു. 0.2% ഇൻക്രീസ് ചെയ്തു. അത് നേരിട്ട് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതേ കൂട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യരുത്, തെറ്റിപ്പോവും. കാരണം എന്താ? ഇൻക്രീസ്ഡ് ബൈ 25%. ദ റെസിസ്റ്റൻസ് ഓഫ് എ 10 മീറ്റർ ലോങ് വയർ ഈസ് 10 ohm.
ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 25% ബൈ സ്ട്രെച്ചിങ് ദ വയർ യൂണിഫോംലി. വയറിനെ 25%ഓളം ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ എററായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിന് ഞാൻ വയർ വലിക്കുമ്പോൾ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R1/R2 ഈസ് ഈക്വൽ ടു L1² എന്ന് എഴുതാം. അങ്ങനെ എഴുതിയേ ചെയ്യാവുള്ളൂ മക്കളെ. അന്നേരം എന്ത് കിട്ടും? ദ റെസിസ്റ്റൻസ് ഓഫ് എ 10 മീറ്റർ ലോങ് വയർ ഈസ് 10 ഓം. അപ്പോൾ ഇനിഷ്യൽ ലെങ്ത് 10 മീറ്റർ ആയിരുന്നപ്പോൾ റെസിസ്റ്റൻസ് 10 ഓം ആയി. ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%. അതായത് ലെങ്ത് 25% ഇൻക്രീസ് ചെയ്തു. 10ന്റെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ആണ്. അതായത് ലെങ്ത് 12.5 മീറ്റർ ആക്കിയപ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഓം ഡിവൈഡഡ് ബൈ R2 ആണ് അറിയാത്തത്, ഈസ് ഈക്വൽ ടു L1 എന്ന് പറയുന്നത് എത്രയാടാ? 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 12.5 ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് R2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. ഇത് നിങ്ങൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15.6 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ്? R2 ഈസ് ഈക്വൽ ടു 12.5 ദ ഹോൾ സ്ക്വയർ ബൈ 10² ഇൻറ്റു 10. വെട്ടിപ്പോയി. എന്താ കിട്ടും? 12.5 ഇൻറ്റു 12.5 ഡിവൈഡഡ് ബൈ 10 എന്നായിരിക്കും ആൻസർ വരുന്നത് അല്ലേ? ചെയ്യുമ്പോൾ എത്ര കിട്ടും? 125ൻ്റെ സ്ക്വയർ. 125ൻ്റെ സ്ക്വയർ എത്രയാണ്? 125 ഇൻറ്റു 125 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ഇൻറ്റു 13. 12 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ 144, 156, 25 എത്ര സ്ഥാനം മാറ്റി? 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. 15.6 15.625 എന്നായിരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 15.6 ഓം എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാൽക്കുലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാഞ്ഞത്. സോ 15.625 എന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. 15.6 നമുക്ക് മാർക്ക് ചെയ്യാം. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാസ് തരുന്നത്. മാസ് ഓഫ് 3 wires of copper are in the ratio of 1:3:5 and their length are in the ratio of 5:3:1. The ratio of their electrical resistance is. അപ്പം മാസും തന്നിട്ടുണ്ട്, ലെങ്ത്തും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L²/M ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ചോദിക്കുമ്പോൾ ഓർക്കുക R1:, R2:, R3 ഈസ് ഈക്വൽ ടു L1²/M ഈസ് ടു L2²/M1, M2 ഈസ് ടു L3²/M3. മാസിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട്, ലെങ്ത്തിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? 5²/1 ഈസ് ടു അടുത്ത എത്രയാ? 3²/3 ഈസ് ടു അടുത്ത എത്രയാണ്? 1²/M3 എത്രയാണ്? 5. ഈസി ആയിട്ട് ചെയ്താൽ എത്ര കിട്ടും? 5² 25 ആണ്. 3 പോയി കഴിഞ്ഞാൽ 9 എന്ന് കിട്ടും. ഇവിടെ 1/5 എന്ന് കിട്ടും. ഈ 1/5 ഒഴിവാക്കാനായിട്ട് മൊത്തത്തിലൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 125 ഈസ് ടു ഇത് 3 വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 3 അല്ലേ വേണ്ടത്? 3 × 5 15:1. 125:15:1. ഈസി ക്വസ്റ്റ്യനുകളാണ്. വളരെ ബേസിക്കാണ്. ഓർക്കേണ്ട കാര്യം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ കാര്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ ചെയ്തേക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ വളരെ ബേസിക്കിൽ നിന്നുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ടോപ്പിക്സ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് എന്ന് കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ആ ടോപ്പിക്കിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യനുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ആണ് ഇത് 2015 ചോദിച്ചൊരു ചോദ്യമാണ്. അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. 2 wires ഓഫ് സെയിം ഡയമെൻഷൻ, രണ്ട് സെയിം ഡയമെൻഷനിലുള്ള വയറുകൾ, ആ വയറുകൾ അവരുടെ രണ്ട് മെറ്റീരിയലാണ്. അതാണ് പറഞ്ഞത് 2 wires ഓഫ് സെയിം ഡയമെൻഷൻസ് ബട്ട് റെസിസ്റ്റിവിറ്റി ρ1 ആൻഡ് ρ2 ഡിഫറെൻറ്റ് റെസിസ്റ്റിവിറ്റിയാണ്, വിച്ച് മീൻസ് മെറ്റീരിയൽസ് ആർ ഡിഫറെൻറ്റ്. അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്
അവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരെ രണ്ടുപേരെയും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. അവരെ രണ്ടുപേരെയും കൂടി ഇത്തരത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ, അപ്പോൾ നോക്കിയാൽ രണ്ട് ഡിഫറൻറ്റ് മെറ്റീരിയലാണ്, അവരെ രണ്ടുപേരെയും കൂടി ഇത്തരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന വയറിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റിവിറ്റി എങ്ങനെ എഴുതാം? നിങ്ങൾ കൊച്ചുനാളിൽ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ വയറുകൾ ചേർത്ത് വെക്കുമ്പോൾ, സീരീസ് ആയിട്ട് വെക്കുമ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R=equivalent എന്ന് പറഞ്ഞാൽ R1 + R2 ആണ്. അതെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിൽ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യമാണ്. മക്കളെ, R1 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? റോ, ഞാൻ പറഞ്ഞു രണ്ടുപേരുടെയും ലെങ്ത് സെയിം ആണ്. ഇതിൻ്റെ ലെങ്ത് L ആണ്, ഇതിൻ്റെയും ലെങ്ത് L ആണ്. സോ ഇതിനെ റോ L/A എന്ന് എഴുതാം. കാരണം എന്താ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും രണ്ടുപേരുടെയും സെയിം ആണ്. സോ റോ1, ആദ്യത്തെ ആളുടേതിനെ റോ1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ആളുടേതിനെ റോ2 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് റോ1 L/A പ്ലസ് റോ2 L/A എന്ന് എഴുതാം. R=equivalent എങ്ങനെ എഴുതും? R=equivalent എഴുതുമ്പോൾ പലരും തെറ്റിക്കുന്ന കാര്യം, ഇവിടെ കൊണ്ടുവന്നിട്ട് ρ=L/A എന്ന് എഴുതും. ചെയ്തു വരുമ്പോൾ ആൻസർ ρ1 + ρ2. ഓക്കെ, ഹാപ്പി, സന്തോഷം. പക്ഷെ അങ്ങനെയാണോ? അല്ല. R=equivalent എഴുതുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ എൻറ്റയർ വയറിനെ കൺസിഡർ ചെയ്യണം. ഈ എൻറ്റയർ വയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ L എന്ന് പറയുന്നത് എത്രയാ? സിംപ്ലി നമുക്ക് L എന്ന് എഴുതാൻ പറ്റത്തില്ല. L + L 2L ആണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതിയില്ലേ തെറ്റും. 2L/A. മക്കളെ, എന്താടാ L/A? എല്ലായിടത്തുനിന്നും വെട്ടിക്കളയാം. 2 times ρ=equivalent = ρ1 + ρ2. നിങ്ങൾ 2L എന്ന് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ρ=equivalent = ρ1 + ρ2 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ട്, മാർക്ക് ചെയ്ത് വെക്കും, കിട്ടി, സന്തോഷം. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് തെറ്റാണെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി ρ=equivalent എന്താണ്? ρ1 + ρ2/2 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ആണ് താഴെ ചോദിച്ചിരിക്കുന്നത്, പക്ഷേ കണ്ടക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ? റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലേ? അതായത് ρ=ൽ നിന്ന് σ=equivalent കിട്ടാനായിട്ട് 1/ρ=equivalent എടുത്താൽ മതി. 1/ρ=equivalent എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തിരിച്ചിട്ടാൽ, ലെഫ്റ്റ് സൈഡ് തിരിച്ചിട്ട് റൈറ്റ് സൈഡ് തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? 2/ρ1 + റോ2 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല. ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാം സിഗ്മയിലാണ്. സോ ρ=ന് പകരം നമുക്ക് എന്തെഴുതാം? σ=equivalent = 2/, ρ1 പകരം 1/σ1 എന്ന് എഴുതാം, റോ2 പകരം 1/σ2 എന്ന് എഴുതാം. മക്കളെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? σ=equivalent = 2/σ1 + σ2 ഡിവൈഡഡ് ബൈ σ1 σ2. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2σ1 σ2 ഡിവൈഡഡ് ബൈ σ1 + σ2. ഏതാടാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ. ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ആൻസർ ചെയ്ത് ഇറങ്ങാൻ പറ്റും. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടാണ്. ഈസി ക്വസ്റ്റ്യനുമാണ്, ഈസി ചാപ്റ്ററുമാണ്. കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അവസാന സമയത്ത് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. പ്രാക്ടീസ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ സമയം കളയരുത്. നിങ്ങൾക്ക് ഏത് ഫാക്കൽറ്റി ആണോ അവൈലബിൾ, ഫാക്കൽറ്റിയുടെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ രാവിലെ എടുത്തു വെച്ച് ആ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ക്വസ്റ്റ്യൻ്റെ പുറത്തിരുന്ന് ഒരു കാരണവശാലും ഈ സമയത്ത് മണ്ടത്തരം കാണിക്കരുത്. തുടക്കമൊക്കെ ആയിരുന്നെങ്കിൽ 1-2 ദിവസമൊക്കെ അങ്ങനെ ഇരുന്നെന്നും പറഞ്ഞ് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ അവസാന സമയത്ത് അങ്ങനെ നമ്മുടെ സമയം കളയരുത്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ 1-2 തവണ ചെയ്ത് നോക്കി ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് മാറ്റി വെക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അവൈലബിൾ ഫാക്കൽറ്റീസ് ആരാണോ അവരിൽ നിന്ന് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ അടുക്കൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം, വിരോധമൊന്നുമില്ല. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. The resistance of a wire is R ohm. If it is melted and stretched to n time its original length, its new resistance will be. മെൽറ്റ് ചെയ്തു, വോളിയം കോൺസ്റ്റൻറ്റാ, L² 1/A² 1/R⁴. ആ പ്രൊപ്പോർഷണാലിറ്റിയാണ് വേണ്ടത്. മറന്നു പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇവിടെ ലെങ്ത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സിംപ്ലി എന്താണ്? R1/R2 = ഒറിജിനൽ ലെങ്ത്തിനെ L എന്ന് വിളിക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് സ്ട്രെച്ച്ഡ് ടു n ടൈം ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്ത്. L മാറി ആരായി? NL ആയി. നേരിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് L വെട്ടിക്കളഞ്ഞിട്ട് 1/n എന്നൊന്നും എഴുതി വെക്കല്ലേ. കാരണം ആൻസർ ഇവിടെ അതിനും പറ്റിയത് ഉണ്ടടേ, ഓപ്ഷനിൽ അതും ഉണ്ടടേ നമ്മളെ തെറ്റിക്കാനായിട്ട്. അങ്ങനെ എഴുതരുത്. എങ്ങനെ എഴുതണം? അതിൻ്റെ സ്ക്വയർ ആണ്. കാരണം എന്താണ്? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി R is directly proportional to L ആണോ? അല്ല, R is directly proportional to L² ആടാ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? R1/R2 = L വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1/n². R1 = R2/n².
വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ ഇടയ്ക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ന്യൂ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? R2 അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ n² R1. വീണ്ടും തെറ്റിക്കരുത്, ഇത് എഴുതി വെക്കരുത്. പുതിയ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, R2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? n² R വരും. പുതിയ റെസിസ്റ്റൻസ് ആ ചോദിച്ചിരിക്കുന്നത്. n² R1 പഴയ റെസിസ്റ്റൻസിൻ്റെ n² ആയി, റെസിസ്റ്റൻസ് കൂടി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എ വയർ ഓഫ് സർട്ടൺ മെറ്റീരിയൽ ഈസ് സ്ട്രെച്ച്ഡ് സ്ലോലി ബൈ 10%. ഓക്കെ, വീണ്ടും വലിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇറ്റ്സ് ന്യൂ റെസിസ്റ്റൻസ് ആൻഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ബിക്കം റെസ്പെക്റ്റീവ്ലി. ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് വരുന്ന ക്വസ്റ്റ്യനുകളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ചെയ്യാനാണെങ്കിൽ തച്ചിനിരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. 2 സെക്കൻഡ് ഈ പ്രോബ്ലം ചെയ്യാൻ 2 സെക്കൻഡ്, അതിൽ കൂടുതൽ എടുക്കരുത്. കാരണം എന്താ? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അതിനകത്തിൽ സംശയമില്ല, തർക്കമില്ല. അപ്പോൾ റെസിസ്റ്റിവിറ്റി പക്ഷേ എന്താണ്? മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. മെറ്റീരിയൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യത്തില്ല. ടെമ്പറേച്ചറിനെ കുറിച്ച് ചർച്ചയിലില്ല. അപ്പോൾ ശ്രദ്ധിച്ചേ, റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കണം. റെസിസ്റ്റിവിറ്റി സെയിം 2 കേസിലുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ 2 ഓപ്ഷനും വെട്ടിക്കളയാം. ഇനി ഇവിടെ ബോത്ത് റിമെയിൻ സെയിം എന്ന്, അതല്ലെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വയറിനെ വലിച്ചോ റെസിസ്റ്റൻസ് മാറിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട, നേരിട്ട് 1.21 ടൈംസ് റെസിസ്റ്റിവിറ്റി സെയിം ഒന്നും കിട്ടും. കാൽക്കുലേഷൻ ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. 1.21 ടൈംസ് റെസിസ്റ്റൻസ് ചേഞ്ച് ആയെന്ന് കിട്ടും. കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ? 10% കൂടുമ്പോൾ എങ്ങനെയാണ് പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. മുകളിൽ L എടുക്കുക, താഴെ 1 + 0.1 1.1 L എടുക്കുക. എല്ലും വെട്ടിക്കളഞ്ഞാൽ താഴെ 1.1 എന്ന് കിട്ടും. 1.1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1.21 ആണ്. ഈസി ആയിട്ട് ചെയ്യാം. എളുപ്പമല്ലേടാ? 10% അല്ലേ ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ L എന്ന് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ 10% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.1 L ആകും അല്ലേ? എല്ലും വെട്ടിപ്പോയി. 1.1ൻ്റെ സ്ക്വയർ 1.21 അല്ലേടാ? 1.21 ടൈംസ്. മനസ്സിൽ ചെയ്തുകൂടായോ? അതൊക്കെ ചെയ്ത് സമയം കളയേണ്ട, എഴുതി സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. 2 മിനിറ്റത്തെ കാര്യം 2 മിനിറ്റ് ഒന്നും എടുക്കരുത്. ഒരു മാക്സിമം 30 സെക്കൻഡ്. അതിൻ്റെ അപ്പുറം ഒന്നും അതൊന്നും കളയരുതല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനെ പറ്റിയാണ്. നമുക്കതൊരു ഫ്രഷ് പേജ് എടുത്ത് തന്നെ ഡിസ്കസ് ചെയ്യാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. മക്കളെ, ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിച്ചു വെച്ചേക്കുന്നത് എന്ന് അറിയത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മക്കളെ, ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ടക്ടറിനോ സെമി കണ്ടക്ടറിനോ ഇൻസുലേറ്ററിനോ ഒന്നും ഞാൻ തൽക്കാലം വേർതിരിക്കുന്നില്ല. ഞാൻ അത് കാര്യങ്ങൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമേ ഞാൻ വേർതിരിവ് കൊണ്ടുവരത്തുള്ളൂ. മക്കളെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, മക്കളെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ ½ kBT കൈനറ്റിക് എനർജി കൂടും, ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും. അങ്ങനെ വെലോസിറ്റി ഒക്കെ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം കുറയും. ആദ്യത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അതാണ്. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? റിലാക്സേഷൻ ടൈം കുറയും. മക്കളെ, റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ നമുക്കറിയാം VD = E/τ/m ആണ്. റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത് AVD/En ആണ്. VD കുറഞ്ഞാൽ എന്ത് സംഭവിക്കൂടാ? കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് കൂടി എന്നാണ്. റെസിസ്റ്റൻസ് കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കളെ, ഇത് മാത്രമല്ല ടെമ്പറേച്ചർ കൂടുമ്പോൾ സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേറൊരു കാര്യം സംഭവിക്കും. നമുക്കറിയാം എന്തുകൊണ്ടാണ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. കറണ്ട് കണ്ടക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. മെറ്റീരിയൽസിലെ ഫ്രീ ഇലക്ട്രോൺസ് ആണ് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഒരു ആറ്റത്തിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇനഫ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ ആറ്റത്തിൻ്റെ എന്താ പറയുക, ഈ ന്യൂക്ലിയസിൻ്റെ ഫോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരും. ന്യൂക്ലിയസിൻ്റെ ഫോഴ്സിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ ഇലക്ട്രോണായി. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഫ്രീ ഇലക്ട്രോണുകൾ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്യും. N കൂടും. മക്കളെ, N കൂടിയാൽ ഈ ഫോർമുല അനുസരിച്ച് എന്താ? N കൂടിയാൽ കറണ്ട് കൂടും. കറണ്ട് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് കുറഞ്ഞു. മക്കളെ, എല്ലാവരിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും എല്ലാവരിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോമിനേറ്റ് ചെയ്യുന്ന എഫക്റ്റ്, കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോമിനേറ്റ് ചെയ്യുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞത് ആദ്യത്തെ കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു കോപ്പർ എടുക്കുകയാണെങ്കിൽ
കോപ്പറിൽ ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പേരന്റ് ന്യൂക്ലിയസ് ബാക്കിയുള്ള ഇലക്ട്രോണുകളെ തൻ്റെ അടുക്കയിലേക്ക് അടുപ്പിച്ച് വെക്കും. അതുകൊണ്ട് രണ്ടാമതൊരു ഇലക്ട്രോണിനെ പുറത്തേക്ക് ചവിട്ടി ഇറക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എൻതാൽപ്പി എനർജി കൂടുതൽ വേണം. അതുകൊണ്ട് കണ്ടക്ടറിൻ്റെ കേസിൽ ഫ്രീ ഇലക്ട്രോണുകൾ അധികം ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് ഈ സെക്കൻഡ് എഫക്റ്റ് കണ്ടക്ടറിൻ്റെ കേസിൽ നെഗ്ലിജിബിൾ ആണ്. ചുരുക്കം പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. എന്നാൽ സെമി കണ്ടക്ടറിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെയും ഡിഫറൻറ്റ് വെലോസിറ്റി കുറയുകയോ ഒക്കെ ചെയ്യുമെങ്കിലും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഇൻക്രീസ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന എഫക്റ്റ്. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോണുകൾ കൂടുന്നു. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോണുകൾ കൂടിയാൽ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കറണ്ട് കൂടുന്നു. അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടറിൽ എന്താണ് സംഭവിക്കുന്നത്, സെമി കണ്ടക്ടറിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് ഇങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. മക്കളെ, ഇനി നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസിന് മാറ്റം വരുന്നുണ്ട്. എങ്ങനെയാണ് ആ മാറ്റം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോർമുലയിലൂടെയാണ് പരിചയപ്പെടുന്നത്. RT = R0 × 1 + α∆T. നിങ്ങൾ NCERT-യിൽ ഈ ഒരു ഫോർമുല മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെയാണ് വരുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഒന്നും നമുക്ക് ആവശ്യം ഇല്ല. മക്കളെ, ഇവിടുത്തെ ഈ ഫോർമുലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ടെമ്പറേച്ചർ കെൽവിനിലും കൊടുക്കാം, ഡിഗ്രി സെൽഷ്യസിലും കൊടുക്കാം. അത് ഓർത്തിരിക്കുക. ഈ ഫോർമുലയിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഞാൻ ഇനിയൊരു ഫോർമുല പറയാം, അതവിടെ പറ്റത്തില്ലെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കളെ, ഇവിടെ ആൽഫ എന്ന് പറയുന്ന ആളെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്ടറിന് ആൽഫ പോസിറ്റീവാണ്. കണ്ടക്ടറിന് ആൽഫ എന്താണ്? പോസിറ്റീവാണ്. സെമി കണ്ടക്ടറിന് ആൽഫ നെഗറ്റീവാണ്. സെമി കണ്ടക്ടറിന് ആൽഫ എന്താണ്? നെഗറ്റീവാണ്. എന്നാലല്ലേ റെസിസ്റ്റൻസ് കുറയത്തുള്ളൂ. സോ സെമി കണ്ടക്ടറിന് ആൽഫ എന്താണ്? നെഗറ്റീവാണ്. മക്കളെ, ഈ ΔT എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറാണ്. ഞാൻ ഇനിഷ്യൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആയിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ എനിക്ക് താണ്ടടാ ഇങ്ങനെ എഴുതാം. RT = R0 × 1 + α∆T എന്നെഴുതാം ഈ ഫോർമുലയെ. ഞാനത് ഒന്നും കൂടി എഴുതാം, ശ്രദ്ധിച്ചോ. ഇവിടെ T2 - T1 ആണ്. T1നെ 0 ഡിഗ്രി ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല എങ്ങനെ എഴുതാം? RT = R0 1 + α∆T എന്നെഴുതാം. വേർ T is some particular temperature. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു റേഷ്യോ കൂടി ഓർത്തിരിക്കുക. R1/R2 = 1 + α∆T1 / 1 + α∆T2. മക്കളെ, ഈ രണ്ടാമത്തെ റിസൾട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയ്ക്ക് ഒരു വാല്യൂ കിട്ടും. ആൽഫയെ ഇങ്ങനെ എഴുതാം. R2 - R1 / R1T2 - R2T1. മക്കളെ, ഈ 3 ഫോർമുലകളിലും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം, കെൽവിനിൽ എടുക്കരുത്. നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പറയും എല്ലാ ടെമ്പറേച്ചറിനെയും കെൽവിനിലോട്ട് മാറ്റിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാനെന്ന്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഈ 3 എടുത്തും ഡിഗ്രി സെൽഷ്യസിൽ വേണം ചെയ്യാൻ. ഡിഗ്രി സെൽഷ്യസിൽ ഇട്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാവുള്ളൂ ഈ 3 ഫോർമുലയിലും. കാരണം ഇനിഷ്യൽ ടെമ്പറേച്ചർ ഈ R0 0 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ 3 ഫോർമുലയും എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഫോർമുലയിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് എ കണ്ടക്ടർ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് എ കണ്ടക്ടർ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഒരു കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. റിലാക്സേഷൻ ടൈം ഇൻക്രീസസ് അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ് അല്ല. ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ് അല്ല. പിന്നെ ഏതായിരിക്കും? റിലാക്സേഷൻ ടൈം ഡിക്രീസസ്. റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുമ്പോൾ കറണ്ട് കുറയുന്നു. കറണ്ട് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. സിമ്പിൾ അല്ലേ? മക്കളെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ അറ്റ് റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഫൗണ്ട് ടു ബി 10 ohm. Now to increase the resistance by 10%, the temperature of the wire must be. So 10% കൂട്ടണം. എങ്ങനെയാണ് കൂട്ടുന്നത്? ടെമ്പറേച്ചർ കൂട്ടി വേണം കൂട്ടാൻ. അങ്ങനെയാണെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ വയർ മസ്റ്റ് ബി, പുതിയ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് ചോദ്യം.
മക്കളെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാനിപ്പോൾ പറഞ്ഞു തന്നു R1/R2 ഈസ് ഈക്വൽ ടു 1 + ആൽഫ T1 ഡിവൈഡഡ് ബൈ 1 + ആൽഫ T2. ഇവിടെ ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ ആരാണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്. ആൽഫ നമ്മൾ പഠിക്കുന്ന എവിടെയൊക്കെ? ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് നമ്മൾ ആൽഫ പഠിക്കുന്നുണ്ട് അല്ലേ? കോഎഫിഷ്യൻറ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, കോഎഫിഷ്യൻറ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. അവിടുത്തെ കേസിലും ഇവിടുത്തെ കേസിലും ആൽഫയ്ക്ക് ഒരൊറ്റ യൂണിറ്റാണ് പെർ കെൽവിൻ അല്ലെ പെർ ഡിഗ്രി സെൽഷ്യസ്. ഈ 4 കേസിൽ ആൽഫയ്ക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റിക്കും കോഎഫിഷ്യൻറ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോഎഫിഷ്യൻറ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷനും കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനും എല്ലാത്തിനും ഒരൊറ്റ ഫോർമുലയാണ്, ഒരൊറ്റ യൂണിറ്റാണ് പെർ കെൽവിൻ. നമ്മളെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ R1/R2 ഇനിഷ്യൽ റെസിസ്റ്റൻസ് എത്ര എഴുതണം? 10 ഓം ആയിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 10 ഓം. അതിനെ 10% കൂട്ടണം. 10 ഓമിൻ്റെ 10% കൂടുക എന്ന് പറഞ്ഞാൽ 11 ഓം ആകുക എന്നാണ് അർത്ഥം. 10% കൂടിയില്ലേ? 10ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 കൂടുക എന്ന് പറഞ്ഞാൽ 11 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു 1 + ആൽഫ. ആൽഫ എത്ര തന്നിട്ടുണ്ട്? 0.002. ഇനിഷ്യൽ ടെമ്പറേച്ചർ 30 ആണ്, ഡിവൈഡഡ് ബൈ 1 + ഞാൻ അതിന് 2 × 10⁻³ എന്നങ്ങ് എഴുതുകയാണ്. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 10/11 ഈസ് ഈക്വൽ ടു 1 + 2 × 10⁻³ × 30 ഡിവൈഡഡ് ബൈ 1 + 2 × 10⁻³ T2 11. മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10 + 10⁻³ 10 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 × 10⁻² എന്ന് വരും. T2 ഈസ് ഈക്വൽ ടു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 + 11 × 2 22, 22 × 30 എന്ന് പറയുമ്പോൾ 22 × 3 66, 660. ആ ഒരു 0 കൊണ്ട് നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ 10⁻² എന്ന് എഴുതാം. കാൽക്കുലേഷൻ സ്പീഡിൽ ചെയ്തു പോകുന്നത് നിങ്ങൾക്കറിയാം എന്നുള്ള വിശ്വാസത്തിലാണ്. മക്കളെ 10 അപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ? 10 അപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 + 66 × 10⁻² ഡിവൈഡഡ് ബൈ 2 × 10⁻² എന്ന് കിട്ടും T2. മക്കളെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 1.66 ഡിവൈഡഡ് ബൈ 0.02. 1.66 ഡിവൈഡഡ് ബൈ 0.02 166 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 83. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. 83 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ആൻസർ. പ്രയാസമൊന്നും ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കോൺസെപ്റ്റാണ്. Two resistors R1 and R2 are made of different materials. The temperature coefficient of material R1 is alpha and the material R2 is minus beta. The resistance of the series combination R1 and R2 will not change with the temperature if R1/R2 is equal to. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മക്കളെ 2 ഡിഫറെൻറ്റ് മെറ്റീരിയലിനെ ഞാൻ ജോയിൻ ചെയ്യുന്നു. രണ്ടുപേരുടെ എല്ലാ ജോമെട്രി എല്ലാ കാര്യങ്ങളും വ്യത്യാസമായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഇതിനെ ഞാൻ ഇതിൻ്റെ റെസിസ്റ്റൻസ് R1 ആണെന്ന് കരുതുക, ഇതിൻ്റെ റെസിസ്റ്റൻസ് R2 ആണെന്ന് കരുതുക. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ α1 ആണെന്ന് കരുതുക, ഇതിൻ്റെ α2 ആണെന്ന് കരുതുക. മക്കളെ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന അവസരത്തിൽ ഇവർ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. നമുക്ക് പല ഇലക്ട്രിക്കൽ അപ്ലയൻസസിലും അതിനൊരു ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട്, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 2 മെറ്റീരിയൽസിനെ ജോയിൻ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ഇവരുടെ റെസിസ്റ്റൻസ് മാറ്റം വരരുത്. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവരുടെ റെസിസ്റ്റൻസ് മാറ്റം വന്നു കഴിഞ്ഞാൽ സർക്യൂട്ടൊക്കെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ചില മെറ്റീരിയൽസൊക്കെ ബിൽഡ് ചെയ്യുന്ന അവസരത്തിൽ. സോ നമുക്ക് ഈ 2 മെറ്റീരിയൽ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇവരുടെ ഒരുമിച്ചുള്ള റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് സിമ്പിളാണ് കണ്ടീഷൻ. R1 α1 + R2 α2 = 0 ആയിരിക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ R1 α1 = -R2 α2 ആയിരിക്കണം. മക്കളെ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരാൾ α1 ഒന്ന് പോസിറ്റീവ്, 2 ആൾക്കാരെ കൂട്ടിയാൽ നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഒരാൾ നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? അതിൻ്റെ അർത്ഥം ഇവിടെ ഒരാൾ കണ്ടക്ടറും ഒരാൾ സെമി കണ്ടക്ടറും ആണ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഒരു മെറ്റീരിയൽ ഇതിനകത്ത് ഒരു മെറ്റീരിയൽ കണ്ടക്ടറും മറ്റൊരു മെറ്റീരിയൽ സെമി കണ്ടക്ടറും ഒക്കെ ആയിരിക്കും. ഓക്കെ, ഒത്തിരി ഡീറ്റെയിലേക്കൊന്നും പോകണ്ട, നമുക്ക് വളരെ ബേസിക് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ചോദിച്ചിരിക്കുന്ന R1/R2 ആണ്. മക്കളെ R1/R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? α2 -α2/α1 ആണ്. രണ്ടാമത്തെ ആളുടെ എന്ന് പറയുന്നത് -β എന്ന് തന്നിട്ടുണ്ട്. അതായത് α2 എന്ന് പറയുന്നത് -β ആണ്. സോ -β/α രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര കിട്ടും? β/α. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാം, പ്രയാസമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം.
നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് എ റെസിസ്റ്റൻസ് ഫോർ എ വയർ ഈസ് 0.00125 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 300 കെൽവിൻ. റെസിസ്റ്റൻസ് ഈസ് 1 ohm. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റെസിസ്റ്റൻസ് ബിക്കം 1.5 ohm ഈസ്. നമ്മളെ ഇത് നേരിട്ട് ഈ ഫോർമുല എടുത്ത് ചെയ്യരുത്. RT is equal to R0 into 1 plus alpha delta T എടുത്ത് ചെയ്യരുത്. കാരണം നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ക്വസ്റ്റ്യൻ 300 കെൽവിൻ ആണ്. ആൻസർ എല്ലാം 450 കെൽവിൻ, 454 കെൽവിൻ, 727 കെൽവിൻ, 900 കെൽവിൻ എന്നൊക്കെയാണ് കിടക്കുന്നത്. മകളെ ഒരു 100 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ, അപ്പോൾ 300-നേക്കാൾ കൂടുതലാണ്, 450, 150 ഒക്കെ വരുന്നുണ്ട് കൂടുതൽ. ഒരു 100 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ പിന്നീട് ഈ ഫോർമുല ഉപയോഗിക്കാൻ നിൽക്കരുത്. അത് ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? R1 by R2 is equal to 1 plus alpha T1 by 1 plus alpha T2. ഈ ഫോർമുല വേണം യൂസ് ചെയ്യാൻ. ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 300-നെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം. 27 എന്നെടുത്ത് വേണം ചെയ്യാൻ. 27 എന്നെടുത്ത് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ R1 1, R2 1.5 is equal to 1 plus ആൽഫയുടെ വാല്യൂ എല്ലാം കൊടുത്ത് നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 727 കെൽവിൻ എന്ന് വരും. ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ച അതേ കൂട്ടത്തെ പ്രോബ്ലമാണ്. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കിട്ടും. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. മക്കളെ ഇനി ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോഴാണ് NCERT-യിൽ 6 ഗ്രാഫാണ് മൊത്തത്തിൽ ഈ ചാപ്റ്ററിൽ തന്നെ ഉള്ളത്. 6 ഗ്രാഫ്. ഈ 6 ഗ്രാഫ് എന്ന് പറയുന്നത് അത് 3 എണ്ണം ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതും 3 എണ്ണം റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മക്കളെ ഈ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ, VI ഗ്രാഫ്. ഈ ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ VI ഗ്രാഫ്. ബാക്കി 2 എണ്ണം IV ഗ്രാഫാണ്. മക്കളെ VI ഗ്രാഫ് ഇതൊരു ഒമിക് കണ്ടക്ടറിൻ്റെ ആണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്കൊരു ലീനിയർ കർവ് കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് V/I ആയിരിക്കും. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ആയിരിക്കും. മക്കളെ അങ്ങനെയാണ് ഇത്തരം ഒരു ചോദ്യം നിങ്ങൾക്ക് തരാനുള്ള സാധ്യതയുണ്ട്. താണ്ട ഇത് തന്നിട്ട് ഒരു VI ഗ്രാഫ് തന്ന് 2 കണ്ടക്ടേഴ്സിൻ്റെ തരും. ഇത് ടെമ്പറേച്ചർ T1, ഇത് ടെമ്പറേച്ചർ T2. 2 കണ്ടക്ടറല്ല, ഒറ്റ കണ്ടക്ടറിൻ്റെ 2 ടെമ്പറേച്ചറിലുള്ള ഗ്രാഫ് തരും. എന്നിട്ട് ചോദിക്കും T1 ഈസ് ഗ്രേറ്റർ ദാൻ T2, T2 ഈസ് ഗ്രേറ്റർ ദാൻ T1, T1 ഈസ് ഈക്വൽ ടു T2, ഡേറ്റ നോട്ട് സഫീഷ്യൻ്റ് എന്നോ അല്ലെ കനോട്ട് ബി പ്രഡിക്റ്റഡ് എന്നോ എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് ഞാൻ പറഞ്ഞു. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസ് കൂടുന്ന എപ്പോഴാണ്? കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ഇതിൽ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? ഒബ്വിയസ്ലി T1-നാണ് സ്ലോപ്പ് കൂടുതൽ. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? T1 ഗ്രേറ്റർ ദാൻ T2 ആയിരിക്കും. ബേസിക് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഗ്രാഫ് കണ്ടപ്പോൾ ഓർത്തപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ. അതുകൂടാതെ പ്രധാനപ്പെട്ട 2 ഗ്രാഫുണ്ട്. ഈ ഗ്രാഫ് ഒരു പ്രീവിയസ് ഇയർ പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 1997 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഗാലിയം ആർസനിക്കിൻ്റെ ഗ്രാഫാണ്. ലൈറ്റിംഗ് ഡയോഡാണ് ഗാലിയം ആർസനിക് എന്ന് പറയുന്ന ഒരു ഡയോഡിൻ്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത, ഈ ഗ്രാഫിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതിനൊരു ലീനിയർ റീജിയൻ ഉണ്ട്, അതിനുശേഷം ഇതിനൊരു നോൺ ലീനിയർ റീജിയൻ ഉണ്ട്, പിന്നെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ്, സ്ലോപ്പ് നെഗറ്റീവായി. ആ ടേമിലേക്ക് ഒരുപാട് പോകേണ്ട, അങ്ങനെ ഒരു ടേം അറിഞ്ഞിരുന്നാൽ മതി. പലർക്കും വിട്ടുപോകുന്നൊരു ടേമാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. അത് കാണിക്കുന്നത് ഗാലിയം ആർസനിക്കാണ്, ഒരു ഡയോഡാണ്, ലൈറ്റിംഗ് ഡയോഡാണ്. ആ ഡയോഡിന് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട് എന്ന് വേണം മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, ഗ്രാഫ് കാണുമ്പോഴേ അറിയാം നോൺ ലീനിയർ ആണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, സെയിം കറണ്ട് 2 ഡിഫറെൻറ്റ് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അതാണ്ട ഈ കറണ്ടിൻ്റെ വാല്യൂ V1-ലും കാണിക്കുന്നുണ്ട്, V2-ലും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓംസ് ലോയുടെ എന്താ പറയുക, ഇൻവാലിഡ് ആക്കുകയാണ്. ഓംസ് ലോ ഇൻവാലിഡ് ആക്കുന്ന കേസുകളാണിത്. സെയിം വാല്യൂ ഓഫ് കറണ്ട് ഫോർ 2 ഡിഫറെൻറ്റ് വോൾട്ടേജ്. അപ്പോൾ അതൊക്കെയാണ് ഗ്രാഫിൻ്റെ പ്രത്യേകത. ഇത് പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഇലക്ട്രോണിക്സിലും പഠിക്കുന്നതാണ് സെമി കണ്ടക്ടറിൻ്റെ ഗ്രാഫ്. ഇത് നിങ്ങൾക്കറിയാം നീ വോൾട്ടേജ് എന്നും ത്രഷോൾഡ് വോൾട്ടേജ് എന്നും ഒക്കെ കാണും, കട്ടിൻ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ വെച്ച് വോൾട്ടേജ് ഒരൊറ്റ റൈസാണ്. പിന്നെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഈ സെക്ഷൻ. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, നോണോമിക് കണ്ടക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരും നോണോമിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. നോണോമിക് കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. ബേസിക്കലി ഇവർ സെമി കണ്ടക്ടേഴ്സാണ്, എന്നാലും നമ്മൾ അവരെ നോണോമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആളുകളാണ് രണ്ടുപേരും. അപ്പോൾ ഈ 3 ഗ്രാഫുകളും കൃത്യമായിട്ട് ഓർമ്മ വേണം. ഗ്രാഫിൽ നിന്ന് വരാവുന്ന മേജർ പോയിന്റുകളും ഞാൻ പറഞ്ഞു. ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് വി ഹാവ് 2 ഡിഫറെൻറ്റ് വോൾട്ടേജസ്.
സെമി കണ്ടക്ടറിൻ്റെ ഗ്രാഫ് കാണിച്ചു തന്നു. അതേ കൂട്ട് ടെമ്പറേച്ചർ എങ്ങനെയാണ്, ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചർ ഏതാ ലോവർ ടെമ്പറേച്ചർ ഏതാ എന്ന് കാണിക്കുന്നത്. ഇനി വേണമെങ്കിൽ IV ഗ്രാഫ് വരാം, ഒറ്റയടിക്ക് തെറ്റിക്കാം. നമ്മളിത് പഠിച്ചുകൊണ്ട് പോകും. IV ഗ്രാഫ് വരാം. IV ഗ്രാഫ് വരുമ്പോൾ എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. T1 ഉം T2 ഉം തന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. IV ഗ്രാഫ് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്ക് മക്കളെ. ഇനി വരുന്നത് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. ഒന്ന് കോപ്പറിൻ്റെ, ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടും. അതിൻ്റെ റിലേഷൻ NCERT ഇല്ല. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ കൂട്ട് തന്നെ എഴുതാം. എങ്ങനെ ρT = ρ0 × 1 + α ΔT എന്ന് തന്നെ എഴുതാം. പ്രശ്നമൊന്നുമില്ല. റെസിസ്റ്റൻസിൻ്റെ ഫോർമുലയേക്കാൾ കൂടുതൽ ആക്യുറേറ്റ് ഇതാ. അതിൻ്റെ കാരണമൊന്നും തൽക്കാലം ഞാൻ സംസാരിക്കുന്നില്ല മക്കളെ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഞാൻ പറഞ്ഞു, റെസിസ്റ്റൻസ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടും. ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്റിവിറ്റി രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് ടെമ്പറേച്ചറും, രണ്ട് മെറ്റീരിയലും. ടെമ്പറേച്ചർ മാറിയില്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റൻ്റാണ്. ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റിവിറ്റി മാറും. ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടറിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി കൂടും, കോപ്പറിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി കൂടും. നിക്രോമിൻ്റെ ഗ്രാഫാണിത്. നിക്രോമിൻ്റെ കേസിലും റെസിസ്റ്റിവിറ്റി കൂടുന്നു. എന്നാൽ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് കുറയുന്നു. അതിൻ്റെ അർത്ഥം റെസിസ്റ്റിവിറ്റി കുറയുന്നു. കാരണം എന്താ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുമല്ലേടാ. അതുകൊണ്ട് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിന് മാറ്റം വരികയാണ്. മെറ്റീരിയലിന് മാറ്റം വരുന്നു. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സെമി കണ്ടക്ടറിന് റെസിസ്റ്റിവിറ്റി കുറയുന്നു. മക്കളെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് സംസാരിച്ചത് എന്ന് എനിക്കറിയാം. നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു ലിമിറ്റഡ് ടൈമിൽ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മക്കളെ ചില സമയത്ത് ഇങ്ങനെ ഒരു വേരിയും കണ്ടക്ടറൊക്കെ തരാറുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്ന ഫസ്റ്റ് ഒന്നൊക്കെ വിളിക്കാം. ഫസ്റ്റ് ഒന്നൊക്കെ വിളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാം. എൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് ഇല്ല മക്കളെ. ഇത്തരം ഒരു സാധനം തന്നിട്ട് ഇവിടെ ആകെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കറണ്ട് മാത്രമേ ഉള്ളൂ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ഇവിടുത്തെ കറണ്ടിനെ I1 എന്ന് വിളിക്കുന്നു, ഇവിടുത്തെ കറണ്ടിനെ I2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ I1 = I2 ആയിരിക്കും. മക്കളെ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് പറയാം എന്താ, A2 ഈസ് മച്ച് ലാർജർ ദാൻ A1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്തൊക്കെ നമുക്ക് പറയാം, കറണ്ട് മാത്രമേ ഉള്ളൂ കോൺസ്റ്റൻറ്റ്, ബാക്കി എല്ലാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അതായത് ഇവിടുത്തെ ഇതിനെ ഞാൻ J1 എന്നും J2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, ഏരിയ കൂടുമ്പോൾ കറണ്ട് ഡെൻസിറ്റി കുറയും. സോ J1 ഈസ് ഗ്രേറ്റർ ദാൻ J2 ആയിരിക്കും. സിമിലർലി നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി 1 ഈസ് ഗ്രേറ്റർ ദാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി 2 എന്ന് എഴുതാം, E1 ഈസ് ഗ്രേറ്റർ ദാൻ E2 എന്ന് എഴുതാം. എല്ലാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ, കറണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മക്കളെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ബേസിക് ആയിട്ടുള്ള NCERTയിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ടൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഈ ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തിരിക്കുക. വളരെ ബേസിക് ഫോർമുലയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനുകളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ, ആ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ ആണ്. റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ, സിമട്രി അറിയാലോ, മിറർ സിമട്രി, ഫോൾഡിംഗ് സിമട്രി കൂട്ടുള്ള കാര്യങ്ങൾ, പാരലൽ കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ വീറ്റ്സൺ ബ്രിഡ്ജിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ, മറ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ള കോമ്പിനേഷനുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇൻഫിനിറ്റ് സർക്യൂട്ട് പ്രോബ്ലംസ് അറിയാലോ, ഒരു ഏണി കൂട്ടൊക്കെ ഇങ്ങനെ തരുന്ന ഇൻഫിനിറ്റ് ലാഡർ പ്രോബ്ലം എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രോബ്ലംസ്, അതുകൂടാതെ തന്നെ ക്രിസ്റ്റോഫ്സ് ലോയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്താം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.